ഹായ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയാണോ? ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആ സന്തോഷമായിട്ടിരിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ കുമിളിയിൽ എൻ്റെ സജിച്ചൊരു വീടിൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പം കണ്ട ഒരു കാഴ്ച നിങ്ങളെ ഇന്ന് കാണിച്ചു തരാം. നിങ്ങളുടെയൊക്കെ വീട്ടിലും ഉള്ള ഒരു കാഴ്ച തന്നെയാണ് ഇത്. പല പ്രാവശ്യവും നമ്മൾ പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ലാതെ പോയ ഒരു കാര്യമാണ് കേട്ടോ. അതെന്താണെന്ന് കാണിച്ചു തരാം. അവരെന്നോട് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞ ഞാൻ മടുത്തിട്ട് ഞാനിതിങ്ങനെ ചെയ്തു വെച്ചെങ്കിലെങ്കിലും ഒരു നാണം വരട്ടെ എന്ന് വിചാരിച്ച, മറ്റൊന്നുമല്ല, കാണിച്ചു തരാൻ വായോ. ഇത് കണ്ടോ, കമ്പയെ കുത്തി വെച്ചേക്കുന്നത് ഇന്നറുകളാണിത്. സോക്സ് ഉൾപ്പെടെ ഇന്നറാണ് ഈ കമ്പയിൽ ഇങ്ങനെ കുത്തി വെച്ചത്. ഇതിങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു വീഡിയോ എടുത്തോട്ടെ, അപ്പം എല്ലാവർക്കും ഒരു മെസ്സേജ് ആയിട്ട് ഇത് പാസ് ചെയ്യാം. അപ്പം എന്നോട് പറഞ്ഞു 1 or 10 വീഡിയോ എടുത്തെങ്കിലെങ്കിലും ഇവർക്കൊക്കെ ഒരു നാണം പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം ഇതിൽ നിന്ന് കുറേ എണ്ണം എടുത്ത് മാറ്റിയതാണ് കേട്ടോ. വീഡിയോയ്ക്ക് ഉണ്ട് ഇതിങ്ങനെ കൂമ്പാരമായിട്ട് ഇരിക്കുമായിരുന്നേ. അപ്പം ഇന്നിപ്പോൾ കോളേജിൽ പോകാൻ നേരത്ത് നോക്കിയപ്പോൾ ഒരെണ്ണം പോലും ഇന്നറില്ല. അപ്പം ആരുടെയെങ്കിലും പുതിയത് മേടിച്ച് ഇരിപ്പുണ്ടോ എനിക്ക് ഒരെണ്ണം എടുക്കാൻ? എങ്കിൽ പോലും ഇതൊന്ന് കഴുകിയിടാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നില്ല. എത്ര വയസ്സുള്ള കുട്ടിയാണെന്നറിയോ? 19 വയസ്സുള്ള പെൺകൊച്ചിൻ്റെ കാര്യം ഞാനീ പറയുന്നത്. ഇതിപ്പോൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എല്ലാവരും ചെയ്യുന്ന ഒരു സംഭവം. അവനവൻ ഇടുന്ന ഇന്നർ പോലും അടിവസ്ത്രം പോലും കഴുകാൻ ഒരു മനസ്സില്ലാത്ത കുട്ടികളാണ് ഇപ്പോഴത്തെ കുട്ടികൾ, ഈ ന്യൂ ജനറേഷൻ. അതല്ലെങ്കിൽ അതങ്ങ് ഊരി അങ്ങ് മാറ്റിയും കളഞ്ഞിട്ട് അടുത്തത് കടയിലോട്ട് ഓടും പുതിയത് മേടിക്കാനുണ്ട്. ഇതിനൊക്കെ കാരണക്കാരാരാ? നമ്മൾ ഈ കുഞ്ഞുങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മാതാപിതാക്കൾ തന്നെയാണ് ഇതിൻ്റെ കാരണക്കാർ. ഇത് നമ്മുടെ പേളിമാണി പറഞ്ഞൊരു കാര്യമുണ്ട്. പേളിമാണിയുടെ കുഞ്ഞിന്, മൂത്ത കുഞ്ഞിന് എന്നാ പ്രായമുണ്ട്? 4 വയസ്സേ ഉള്ളൂ. അവളെ കൊണ്ട് ഞാൻ അവൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇതുപോലെ ചെറിയ ഇന്നറുകൾ, അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ഇപ്പോഴേ അവളെ കൊണ്ട് ചെയ്യിക്കണം. നാളെ എനിക്ക് അവൾ പോകുന്ന പുറകെ പോകാൻ പറ്റുമോ? അവളായിട്ട് തന്നെ വളരണം. സമൂഹത്തിന് ഒരു നിലയും വിലയുള്ള കുഞ്ഞായിട്ട് തന്നെ അവൾ വളരണം എന്ന് പറഞ്ഞു. അപ്പം നമ്മളാണ് 15 വയസ്സായാലും 20 വയസ്സായാലും ഇവരിങ്ങനെ ഇന്നറൊക്കെ ഊരിയിടുന്ന നോക്കി ഇങ്ങനെ നിൽക്കും. പോയി എടുത്തുകൊണ്ട് പോയി കഴുകി ഒട്ടന്നെ ഇട്ട് ഉണങ്ങി കൊണ്ടുപോയി അവർക്ക് ഇടുന്നിടത്ത് നമ്മൾ ഭദ്രമാക്കി വെക്കും. നമുക്കൊരു മേലാഴി വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുന്നുകൂടി കിടന്ന് അവർക്ക് ഒരെണ്ണം പോലും ഇടാൻ പറ്റത്തില്ല. അവർക്കെന്ന് പറഞ്ഞൊരു വാദത്തിൻ്റെ പ്രശ്നമായിട്ട് ആയുർവേദ ആശുപത്രിയിൽ തിരുമ്മലും ചികിത്സയിലുമായിരുന്നു. കഴുകിയിടാൻ പറ്റിയില്ല. വന്നപ്പോഴത്തേനും കാണിച്ച കാര്യങ്ങളാണിത്. പുള്ളിക്കാരിക്ക് അത് ഭയങ്കര ദേഷ്യമോ അരിശമോ വന്നിട്ട് നാട്ടുകാർ മുഴുവൻ കാണട്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ കമ്പയിൽ ഇങ്ങനെ കുത്തി ഇതിങ്ങനെ വെച്ചോണ്ടിരുന്നത്. അപ്പം ഞാൻ ചോദിച്ചു ഇത് നിങ്ങൾക്ക് നേരത്തെ ആവരുതായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴെന്നോട് പറഞ്ഞൊരു കാര്യമാണേ, അപ്പം നമുക്കാവതുണ്ടല്ലോ, നമുക്ക് പറ്റുമ്പം കുഞ്ഞുങ്ങൾക്ക് അങ്ങ് ചെയ്തു കൊടുക്കാം, പറ്റാത്തപ്പോൾ അവർ തന്നെ എന്തേലുമൊക്കെ ചെയ്തോളൂ എന്ന് പറയും. ഞാൻ ചോദിച്ചു ഒന്നുമില്ല, ഒരു പെൺകുട്ടിയല്ലേ, അന്യ കുടുംബത്ത് പോകേണ്ടതല്ലേ, അപ്പോൾ അവർക്ക് അവരുടേതായ കാര്യം അന്നേരം അത് ചെയ്തോളൂ എന്ന് വിചാരിച്ചു. ഞാൻ ചോദിച്ചു ഇപ്പോഴെങ്ങനെയുണ്ട്? ഞാനിവിടെ മണിക്കൂട്ടൻ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 6ാം ക്ലാസ് തൊട്ട് അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഇന്നറും നിന്റെ സോക്സും നിന്റെ ഉത്തരവാദിത്തം, നീ കഴുകുന്നത്. ഇല്ലെങ്കിൽ നീ ആ ഇട്ടത് തന്നെ നീ ഇട്ടുകൊണ്ട് പിറ്റേ ദിവസം സ്കൂളിൽ പോകും. പല പ്രാവശ്യം നമ്മൾ പറയുമ്പോഴായിരിക്കും അവരത് അംഗീകരിക്കുകയും പിന്നെ അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഇപ്പോഴത് അവൻ തന്നെയാണ് കഴുകുന്നത്. ഞാൻ കഴുകാൻ പുറകെ പോകത്തില്ല. കാരണം നമുക്കെപ്പോഴും അവരുടെ പുറകെ നടക്കത്തില്ല. അവരൊരു ഹോസ്റ്റലിലൊന്ന് പഠിക്കാനായിട്ട് പോയി നിൽക്കുക, അവരുടെ നമ്മൾ കഴുകാൻ പോയി നിൽക്കുമോ? മറ്റുള്ള പിള്ളേർക്ക് നാറ്റോ മണോ ഉണ്ടാകുകയല്ലേ ഇതിങ്ങനെ വാരിക്കൂട്ടി. അല്ലെങ്കിൽ ചിലർ കാണിക്കുന്നതാണ് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ബാഗിൻ്റെ അകത്ത് ഈ ഇട്ടതെല്ലാം കൂടെ കുത്തി തിരികെ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് അമ്മയ്ക്കും അപ്പനും കഴുകാനായിട്ട് കൊണ്ടുവന്ന് അങ്ങ് വെച്ച് കൊടുക്കും. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ചെറുപ്പം തൊട്ട് അടുക്കും ചിട്ടയും അവർ ചെയ്യേണ്ടതായ ചെറിയ ചെറിയ ജോലികളും അവരെ കൊണ്ട് ചെയ്യണം. അവർ സ്കൂളിൽ പോകുക അല്ല കോളേജിൽ പോകാമെന്ന് ഓർത്തുകൊണ്ട് ഒരു ശകലം സമയം വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. എല്ലാത്തിനും സമയമുണ്ട്. ഈ ഫോണിൽ ഇങ്ങനെ ഈ കിള്ളുന്ന സമയം മതി, അല്ല ഈ ടി വിയിലിരിക്കുന്ന സമയം മതി. വെറുതെ കണ്ടവരുടെ കളിയും കാര്യവും കണ്ടുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന ഒരു സമയം നമ്മുടെ വീടിനും അല്ലെ നമ്മുടെ അപ്പൻ്റെ അമ്മയുടെയും ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന മക്കളായിട്ട് തന്നെ വളരണം. എനിക്ക് എൻ്റെ കൈ വയ്യാതിരിക്കുക, അല്ലെങ്കിൽ എനിക്ക് 2-3 ഓപ്പറേഷൻ ചെയ്തിട്ട് ഞാൻ 1.5 വർഷം ഇരുന്നിട്ടും എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നീറ്റായിട്ട് പോയൊരു വ്യക്തിയാണ്. എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിള്ളേരെ ചെറുപ്പത്തിലേ തന്നെ അവർ ചെയ്യേണ്ട ജോലികളും കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യിച്ചിട്ടുണ്ട്. മണിക്കൂറിന് എനിക്ക് പാത്രം തേച്ച് മെഴുക്കി തരും, എനിക്ക് വയ്യെങ്കിൽ അടിച്ചു വാരി തരും, എൻ്റെ ഒരു ഡ്രസ്സ് കിടന്നിട്ടുണ്ട് കഴുകി തരും. ഇതെല്ലാം എന്താ ഞാൻ അങ്ങനെ അവനെ ചെറുപ്പം തൊട്ട് ആ രീതി വളർത്തിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ആക്കിയത്. ഉടനെ പറയുന്ന നമ്മൾ ഇപ്പോഴേ പിള്ളേരെ കഷ്ടപ്പെടുത്തണ്ടെന്ന് അല്ല, നമ്മൾ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് അവരെ അവരായിട്ട് തന്നെ നമ്മൾ വളർത്താതെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരം അനക്കാതെ അയ്യോ എൻ്റെ കുഞ്ഞത് ചെയ്തിട്ട് കുഞ്ഞ് മടുത്തു പോയല്ലോ എന്ന് പറഞ്ഞ് നമ്മളത് ഏച്ച് കെട്ടി പിടിച്ച് നമ്മളത് ചെയ്യാൻ നോക്കും. പണ്ടത്തെ മക്കളൊക്കെ എങ്ങനെയാണ്? എൻ്റെ ഒരു അനുഭവം പറയും. ഞങ്ങൾ ചേട്ടത്തി അനിയത്തിമാർ ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് 5ാം ക്ലാസ് മുതൽ പശു വളർത്തലുണ്ടായിരുന്നു, പന്നി വളർത്തലുണ്ട്, ആട് വളർത്തൽ, പുല്ലിയെത്തൽ. ഞങ്ങൾ എൻ്റെ
സാധു ചേച്ചിയുടെ വിറക് കീറലും വിറക് കൊണ്ടുവന്ന് അടുപ്പിൻ്റെ കൂട്ടി വെച്ച് ഉഷ് ചേച്ചിയുടെ പണി. അങ്ങനെ ഓരോരുത്തരും ഞങ്ങൾ ഞങ്ങളുടേതായ പ്രായത്തിൽ ആ ജോലികളെല്ലാം ചെയ്തു പോകുന്നവരാ. ഞങ്ങൾക്ക് ആർക്കും അപ്പനോടും അമ്മയോടും സ്നേഹമില്ലാതെ വന്നിട്ടില്ല. ഒരു കുടുംബത്തും ഒരു കുടുംബ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇന്നുള്ള കാലഘട്ടത്താണ് മക്കൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഈ ബ്രോയിലർ കോഴിയെ പോലെ മക്കളെ വളർത്തി വെച്ചിട്ട് ഒരു കാര്യം പറയുമ്പോഴത്തേനും അവർക്ക് അത് ഇഷ്ടപ്പെടാതെ ഓടിപ്പോയി മരക്കൊമ്പേ പോയി ചാകുന്നു, കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടുന്നു, ട്രെയിനിന്റെ മുമ്പിൽ നിന്ന് ചാടുന്നു, ആത്മഹത്യാ പ്രവണത കൂടുതൽ. അന്ന് എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടടി വെച്ച് കൊടുക്കും. അവർക്കതും വിഷയമല്ലായിരുന്നു, അവർക്ക് നന്മയ്ക്കാന്ന് അവർക്കറിയാം. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അതൊന്നും അറിയത്തില്ല. ഒരു ജോലിയും കാര്യങ്ങളും അടുക്കും ചിട്ടോടെ മക്കളെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കത്തുമില്ല. ഇതായത് കാരണവന്മാരുടെ കയ്യിലെ കുറ്റമാണെന്നേ ഞാൻ പറയുള്ളൂ. ഈ സാധനം ഇങ്ങനെ ഇരിക്കുന്നതിന് അവരുടെ കയ്യിലെ കുറ്റം, അവർ തന്നെ വേണം ഇത് കഴുകി കൊടുക്കാനായിട്ട്. ഞാൻ ആ കുഞ്ഞിനോട് പറഞ്ഞു, നീ ചെയ്യരുതെന്ന് പറഞ്ഞു. നീ ചെയ്യേണ്ട കാര്യമില്ല, കാരണം അവർ ചെയ്യിപ്പിക്കേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു, അന്ന് അത് ചെയ്യിപ്പിക്കാഞ്ഞിട്ട്. ഇന്നിപ്പോൾ ഇത് ഈ കമ്പയെ കുത്തിപ്പൊക്കി വെച്ചിട്ട് വല്ല കാര്യവും ഉണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ട് ഇനിയുള്ള രക്ഷകർത്താക്കളോട് ഞാൻ പറയാണ്, നമ്മുടെ കുഞ്ഞുങ്ങളോട് നമുക്ക് സ്നേഹവും കടപ്പാടും ഒക്കെ ഉണ്ട്. അവർ നല്ലൊരു കുഞ്ഞായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെറുപ്പം തൊട്ടേ പറഞ്ഞ് ചെയ്തു കൊടുക്കണം. ചില കുടുംബത്തിൽ ചെന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിൻ്റെ കുണ്ടി കഴിച്ചു കൊടുക്കുന്നത്. അതൊക്കെ എന്നതാ ഇത്? നമ്മൾ അതൊക്കെ ചെറുപ്പം തൊട്ട് 3 വയസ്സ് തൊട്ട് അല്ലെ പോട്ടെ 4 വയസ്സ് തൊട്ട് കൊടുത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മൾ കാണിച്ച് അവരെ കഴിയിച്ചിട്ട് സോപ്പിട്ട് കൈ കഴുകാണ്ട് നമ്മൾ പഠിപ്പിക്കണം. അതൊന്നും ചെയ്യത്തില്ല. കുഞ്ഞ് ചെയ്താൽ ശരിയാകിയാലെന്നാണ് പറയുന്നത്, ഇവർ പുറകെ പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനിയുള്ള എൻ്റെ ഈ വീഡിയോ കാണുന്നവരല്ല ഇത് എൻ്റെ ഈ വാക്കൊന്ന് അംഗീകരിക്കണം. മക്കൾ നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട്. കേട്ടല്ലോ, ഞാനിത് പറഞ്ഞതിന് ആർക്കും ഒരു ബുദ്ധിമുട്ടും വിഷമവും പ്രയാസവും തോന്നണ്ട. എല്ലാ വീടുകളിലും 100 വീടുണ്ടെങ്കിൽ 92 വീട്ടിലും കാണുന്ന ഒരു പ്രവണതയായി ഇത്. അതുകൊണ്ടാണ് പറയുന്നത്, കുഞ്ഞുങ്ങൾ നല്ലവരായി വളരാൻ നമ്മൾ കാരണവന്മാർ വേണം ആദ്യമേ മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പം ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നത്തെയും പോലെയും കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കെ.